ഏറ്റവും വലിയ ശല്യക്കാരനാരാണ്? ഇബ്ലീസാണ്. വഖാലി ഫിന്നഫ്സ വശൈത്വാന വഅസ്വീഹിമാ വഇൻഹുമാ മഹള കന്നുസുഹഫത്തഹീമി. ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാണ്. ആ ഇബ്ലീസിന്റെ വാക്ക് കേൾക്കുന്നവരാകരുത്. ഇബ്ലീസിനെ ധിക്കരിച്ച് നടക്കുന്നവരാകണം. ഇബ്ലീസിനെ അംഗീകരിച്ച് നടക്കുന്നവരാകരുത്. അതുകൊണ്ടല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇബ്ലീസ് മൂസാ നബി അലൈഹിസ്സലാമിനോട് അതേ കിതാബു സവാജിരിൽ കാണാം. ഇബ്ലീസ് മൂസാ നബി അലൈഹിസ്സലാമിനോട് വന്ന് അതാ ശുപാർശ ആവശ്യപ്പെടുകയാണ്, റെക്കമെൻഡ് ചോദിക്കുകയാണ്. എന്തിനാണ് ശഫാഅത്ത് തേടുന്നത്? അല്ലാഹു തആല എന്റെ തൗബ സ്വീകരിക്കാൻ മൂസാ നബിയാകുന്ന അങ്ങ് ഒന്ന് ആവശ്യപ്പെടണം. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇബ്ലീസ് വന്ന് പറയാണ്. അങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്, മന്ത്രം പാടില്ല എന്ന് പറയുന്നവരുണ്ടാകും, നേർച്ച പാടില്ല എന്ന് പറയുന്നവരുണ്ടാകും. ഡോക്ടർമാരെല്ലാം കൈവിട്ടാലോ, ഇനി മന്ത്രായാലും കുഴപ്പമില്ല, നേർച്ച ആയാലും കുഴപ്പമില്ല, അസുഖം മാറി കിട്ടണോ എന്ന് കരുതിയിട്ട് മന്ത്രിപ്പിക്കാൻ വരുന്ന ചില മന്ത്രത്തെ വിരോധിക്കുന്ന ആളുകളുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇബ്ലീസ് പറയാണ്, അല്ലാഹു തആല എന്റെ തൗബ സ്വീകരിക്കുന്നില്ലല്ലോ, എന്റെ തൗബ സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹുവിനോടൊന്ന് ശഫാഅത്ത് ചെയ്യുമോ? അപ്പോഴാണ് അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, യാ മൂസാ, മൂസാ നബിയെ, ആദം നബി അലൈഹിസ്സലാമിന് ജീവിതകാലത്ത് സുജൂദ് ചെയ്യാത്തവനല്ലേ ഇബ്ലീസ്? എന്ന് ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് പോയി സുജൂദ് ചെയ്യാൻ പറയുമോ? ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് അതേ സുജൂദ് ചെയ്താൽ ഇതിന്റെ അർത്ഥം ഇന്ന് കാണുന്ന അതേ അമ്പിയാക്കളുടെ മക്ബറകൾ, ഔലിയാക്കളുടെ മക്ബറകളിൽ പോയി ഇന്നത്തെ ആളുകൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റുമെന്നോ? അത് വിരോധിക്കേണ്ടതല്ല എന്നൊന്നുമല്ല. അങ്ങനെ ഒരു സുജൂദ് ഇസ്ലാമിനില്ല. അമ്പിയാക്കളുടെ ഖബറിന് വേണ്ടിയുള്ള സുജൂദ്, അതുപോലെ ഔലിയാക്കളുടെ ഖബറിനായിട്ടുള്ള സുജൂദ്, ഖബറിന് മാത്രമായിട്ടുള്ള സുജൂദ്, അങ്ങനെ ഒരു സുജൂദ് ഇസ്ലാമിലില്ല. അത് വിരോധിക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷെ അല്ലാഹ് പറയുന്നു മൂസാ നബിയോട് അലൈഹിസ്സലാം, ഇബ്ലീസിനോട് പറയണം, ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് സുജൂദ് ചെയ്താൽ എന്നാ പിന്നെ നമുക്ക് ആലോചിക്കാം. ഇബ്ലീസിന് ദേഷ്യം വന്നുപോയി. ഉടനെ ഇബ്ലീസ് എന്താ പറഞ്ഞത്? ലം അസ്ജുദ് ലഹു ഹയ്യൻ ഫകൈഫ അസ്ജുദ് ലഹു മൈതാ. ജീവിതകാലത്ത് ഞാൻ സുജൂദ് ചെയ്തിട്ടില്ലല്ലോ, ഇപ്പൊ എങ്ങനെയാണ് മയ്യിത്തായി കിടക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് സുജൂദ് ചെയ്യുന്നത്? അതുകൊണ്ട് എന്നെ കിട്ടൂല. പക്ഷേ മൂസാ നബിയെ, നിങ്ങളോട് എനിക്കൊരു കടപ്പാടുണ്ട് കേട്ടോ. എന്തേ കടപ്പാട്? നിങ്ങളോട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ, ഒരു റിക്വസ്റ്റ് നടത്തിയപ്പോ നിങ്ങളത് ചെയ്യാൻ ശ്രമിച്ചതാണല്ലോ, അള്ളാഹിനോട് ചോദിച്ചതാണല്ലോ. അതുകൊണ്ട് നിങ്ങളോട് എനിക്കൊരു കടപ്പാടുണ്ട്. ഞാൻ നിങ്ങൾക്കതാ 3 കാര്യങ്ങൾ പറഞ്ഞു തരാം. ആ 3 സന്ദർഭങ്ങളിൽ എന്നെ നിങ്ങൾ ഓർത്താ മതി. നിങ്ങൾക്ക് നാശമില്ല. നിങ്ങൾ മാത്രമല്ല, ഏതൊരാളും 3 സന്ദർഭങ്ങളിൽ എന്നെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ ആ സന്ദർഭങ്ങളിൽ അവിടെ കളിക്കുന്നത് ഇബ്ലീസാകുന്ന ഞാനാണ് എന്ന് അവർ മനസ്സിലാക്കിയാൽ അവർക്കൊരിക്കലും നാശമുണ്ടാകൂല. ഏതാണ് 3 സന്ദർഭങ്ങൾ? ഇബ്ലീസ് മൂസാ നബി അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമതായി, ദേഷ്യം വരുമ്പോൾ എന്നെ ഓർക്കണോ, ചൊടി വരുമ്പോൾ എന്നെ ഓർക്കണം, അരിശം വരുമ്പോൾ എന്നെ ഓർക്കണം, സുബ്ഹാനല്ലാഹ് ഗളബുണ്ടാകുമ്പോൾ എന്നെ ഓർക്കണം. എന്തേ കാരണം? അവിടെ ഞാൻ കളിക്കാൻ നോക്കും, അവിടെ ഞാൻ കളിക്കാൻ നോക്കും, നന്നായി കളിപ്പിക്കും അവിടെ. അതുകൊണ്ട് തന്നെ നന്നായി, അതാ ഒരാൾക്ക് ദേഷ്യം വരുന്നുണ്ടോ, അവിടെ ഞാനുണ്ട്. നല്ല കാര്യത്തിനല്ല ദേഷ്യം വരുന്നത്. അതേ സമയത്ത് ദേഷ്യം വരേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തൊരു വിഷയമാണ്. അവിടെ ദേഷ്യമുണ്ടോ എന്നാൽ അവിടെ ഞാൻ കളിക്കുന്നുണ്ടാകും. അവിടെ എന്നെ ഓർത്താൽ മതി, അതിനെ തുടർന്നൊരു കുഴപ്പവും ഉണ്ടാകൂല. ഓ പുരുഷന്മാരെ,
ഭാര്യമാർക്ക് ദേഷ്യം വരും. പക്ഷെ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലട്ടോ, പാവങ്ങളാണ് അവർക്ക് നല്ല ദേഷ്യം വരും. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ടീമാണ് സ്ത്രീകള്. അവർക്ക് വേഗം ദേഷ്യം വരും, കാരണം അവർക്ക് ക്ഷമിക്കാൻ കൂടുതൽ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്ന് പറഞ്ഞാല് തീരെ ക്ഷമിക്കാൻ കഴിഞ്ഞോണമെന്നില്ല എന്നല്ല. പുരുഷന് ക്ഷമിക്കാൻ പറ്റാത്തത് ക്ഷമിക്കാൻ പറ്റുന്നവരാണ് സ്ത്രീകൾ. പ്രസവ വേദന, പഴയകാലത്ത് ആളുകളൊക്കെ പറയില്ലേ, പ്രസവ വേദന മരണവേദനയാണ്, അതൊക്കെ സഹിച്ചവരല്ലേ. അതുകൊണ്ടല്ലേ ആ പ്രസവ വേദന എന്നത് പെട്ടെന്ന് സ്ത്രീകൾ മറക്കും. പ്രസവ വേദന സ്ത്രീകൾ മറക്കും. അവരെ മറന്നില്ല എന്ന് കണ്ടാൽ രണ്ടാമത്തെ പ്രസവത്തിന് അവരെ കിട്ടൂല. കാരണം ആദ്യത്തെ പ്രസവിച്ചിട്ട് അനുഭവം ഉണ്ടായതല്ലേ. ആ വേദന ഓർമ്മ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ രണ്ടാമതായി പ്രസവിക്കാൻ നിൽക്കും? അത് അള്ളാഹ് മറപ്പിക്കുകയാണ്, അവർ മറന്നുകളയും. ഒക്കെ ക്ഷമിക്കുകയാണെങ്കിലും ചില വിഷയങ്ങൾക്ക് സ്ത്രീകൾക്ക് പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റില്ല, ദേഷ്യം വരും. പക്ഷെ അവർക്കറിയാം ദേഷ്യം വന്നാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നറിയാം. എന്നാലും ദേഷ്യം പ്രകടിപ്പിക്കും, അരിശം പ്രകടിപ്പിക്കും, ഗളബ് പ്രകടിപ്പിക്കും. ആ സമയത്ത് ഓ ഉമ്മമാരെ, ദേഷ്യം വരുമ്പോൾ നിങ്ങൾ അവിടെ ചിന്തിക്കണം, ഇപ്പൊ ഇബ്ലീസ് കളിപ്പിക്കാൻ ഇവിടെ വരും. ആ ഇബ്ലീസിന് വഴങ്ങിക്കൊടുക്കരുത്. ഇബ്ലീസ് ഇപ്പൊ കളിക്കാൻ വരും. എന്നിട്ടോ ദേഷ്യം വന്നിട്ട് ഒരിക്കലും ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. നിങ്ങളൊന്ന് ക്ഷമിക്കണേ. ദേഷ്യം വരുമ്പോൾ ക്ഷമിക്കുന്നുവോ, നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് വലിയ പ്രതിഫലമുണ്ട് കേട്ടോ. അവിടെ നിങ്ങൾ എന്നെയാണ് ഓർക്കേണ്ടത്. ഇബ്ലീസ് പറഞ്ഞു, ഇതുപോലെ ദേഷ്യം വരുന്ന വിഷയത്തിൽ പുരുഷന്മാർ ഉഷാറാണ്. നന്നായി ദേഷ്യം വരും, അരിശം വരും. ചിലപ്പോ ഭാര്യനെ കാണുമ്പോൾ ദേഷ്യം വരും. പാവാണ്. പള്ളിയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ആ ദേഷ്യം തീർക്കണത് ഭാര്യന്റെ അടുത്താണ്. അങ്ങാടിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അങ്ങാടിയിലൊന്നും ദേഷ്യം തീർക്കാൻ കഴിയില്ല. ആ ദേഷ്യം തീർക്കണത് എവിടെയാണ്? പാവം ഭാര്യന്റെ അടുത്താണ്. ഉമ്മമാരെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. എല്ലാം കൂടി ഒറ്റ വാതിൽ പറയാൻ കഴിയില്ല. ഒരു സംഗതി മാത്രം വിഭിഷേകമായി പറയണം. ഒരു ഭാര്യ പറയാണ്, എന്റെ ഭർത്താവിന് എന്നോട് തീരെ ദേഷ്യമൊന്നുമില്ല കേട്ടോ, ഒരു ദേഷ്യവും കാണിക്കണില്ല. എങ്കിൽ ആ ഭർത്താവ് ഫുള്ളായിട്ട് നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല എന്നർത്ഥം. എല്ലാരെ കുറിച്ചല്ലോ പറയണേ. ചില ആളുകൾക്ക് ദേഷ്യത്തിന്റെ ഞരമ്പ് തന്നെയല്ല, ഞരമ്പില്ല. അവരെ കുറിച്ചല്ല ഞാൻ പറയാം. അതേസമയത്ത് ചില സ്ത്രീകൾ പറയും, എന്റെ ഭർത്താവ് എന്നോട് ദേഷ്യപ്പെടാറേ ഇല്ല. എങ്കില് ആ ഭർത്താവിന് വേണ്ട സ്നേഹം, ഭാര്യയോടുള്ള യഥാർത്ഥത്തിലുള്ള സ്നേഹം ഭർത്താവിന്റെ മനസ്സിൽ കുടിരുന്നിട്ടില്ല എന്നതിനർത്ഥം. കാരണം ഈ ദേഷ്യം വരുന്നതൊക്കെ ആരോടാ? സ്വന്തക്കാരോടാ. പുറമെക്കാരോട് ദേഷ്യം വരൂല, കാരണം തിരിച്ചിങ്ങോട്ട് കിട്ടും. സ്വന്തക്കാരോട് ദേഷ്യം കാണിക്കുമ്പോഴാണ് അവർ മിണ്ടാതിരിക്കുക. അതുകൊണ്ട് നന്നായിട്ട് അറിയും, ഭാര്യ എന്ന് പറഞ്ഞാൽ സ്വന്താണ്, നമ്മളെ സ്വന്താണ് ഭാര്യമാർ. അതുകൊണ്ട് അവരോട് ദേഷ്യം സ്വാഭാവികമായും വരും. കാരണം അവരോട് കാണിക്കാൻ പറ്റിയതുപോലെ കണ്ടു കാണുന്ന ഏതോ ഒരുത്തിയോട് പോയി ദേഷ്യം കാണിക്കാൻ പറ്റൂല. അതുകൊണ്ട് ദേഷ്യം ഉണ്ടാവും. ആരാന്റെ ദേഷ്യം ചിലപ്പോ ഭാര്യയോട് കാണിക്കാൻ പറ്റൂല, അത് വിഷയം വേറെ, അങ്ങനെ കാണിക്കാൻ പറ്റൂല. എന്നാലും ചിലപ്പോ ദേഷ്യം വന്നു പോകും. നിയന്ത്രണം വിട്ട് അങ്ങനെയൊക്കെ ആകും. നിയന്ത്രണം വിട്ട് വണ്ടി മാത്രമല്ല മറിയ, മനുഷ്യന്റെ സമനില അടക്കം തെറ്റും. അപ്പൊ അങ്ങനെ ദേഷ്യം വരുമ്പോ പുരുഷന്മാരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങളവിടെ ഓർക്കണം, ഇപ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ ഭാര്യമാർക്കിടയിൽ കളിപ്പിക്കാൻ അവിടെ ഇബ്ലീസ് വരും. ആ ഇബ്ലീസിന്റെ ചതിയിൽ പെട്ടുപോകരുത്. ത്വലാഖിന്റെ വാചകം ചൊല്ലരുത്. നിങ്ങളവിടെ ക്ഷമിക്കണേ. മൂസാ നബി അലൈഹിസ്സലാമിന് ഇബ്ലീസ് വീണ്ടും രണ്ടാമതായി പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി രണ്ടാമത്തെ സമയം എപ്പോഴാണ്? ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ, ഒരു നല്ല കാര്യം ചെയ്യാൻ ഒരു അവസരമുണ്ടാകുമ്പോ ഇബ്ലീസ് വന്നിട്ട് മന്ത്രിക്കാണ്, ആ നല്ല കാര്യത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ. അവിടെ നിങ്ങൾ പിറകോട്ട് പോകുന്നുണ്ടോ? ഇബ്ലീസ് കളിക്കുന്നു എന്ന് ചിന്തിക്കണം. രണ്ടാമതായി എന്നെ ഓർക്കേണ്ട സമയം അതാണ്. ഇത് പറഞ്ഞതിന് ശേഷം മൂന്നാമതായി മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുകയാണ്, വഹീന തുജാലിസു ഇംറഅതൻ അജ്നബിയ്യ, അന്യ പെണ്ണിരിക്കുന്ന സമയമില്ലേ? ഓ പുരുഷന്മാരെ, അന്യ സ്ത്രീയോടൊപ്പം ഇരിക്കുന്ന സമയത്ത്, അത് ട്രെയിനിലായാലും
ട്രെയിനിലായാലും ഫ്ലൈറ്റിലായാലും ബസ്സിലായാലും കല്യാണ വീട്ടിലായാലും അങ്ങാടിയിലായാലും അന്യ പെണ്ണിനോട് ഇരിക്കുന്ന സമയമാണോ അവിടെ ഇബ്ലീസ് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. കാരണം ഇബ്ലീസ് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഫഇന്നി റസൂലുഹാ ഇലൈക വറസൂലുക ഇലൈഹാ. അവിടെ കുതന്ത്രം കളിക്കുന്നവൻ ഞാനായിരിക്കും. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി അന്യ പുരുഷനും അന്യ സ്ത്രീയും ഒറ്റക്ക് ഇരിക്കുന്ന ഒരവസ്ഥയുണ്ടാകാൻ പാടില്ല. അവിടെ മൂന്നാമതായി വഴിപെടപ്പിക്കാൻ ഇബ്ലീസ് ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ ഇബ്ലീസ് ശല്യം ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതേ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഇബ്ലീസ് കുതന്ത്രം കളിച്ച് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അതേ ഒന്നാം ഘട്ടം 7 തവണ കല്ലേറ് നടത്തുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്ലീസ് അങ്ങ് മാറി നിന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും വന്നു. വീണ്ടും ശല്യം ചെയ്തപ്പോൾ വീണ്ടും 7 കല്ലേറ് നടത്തുകയാണ്. അതിനാണ് ജംറകളിലേക്ക് കല്ലേറ് നടത്തുന്നത്. അത് എന്തിനെ ഓർത്തുകൊണ്ടാണ്? അവിടെ ഇന്ന് ഇബ്ലീസ് ഉള്ളത് കൊണ്ടാണോ? അല്ല, പിന്നെന്തുകൊണ്ടാണ്? അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇബ്ലീസിന് നേരെ അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കാലത്ത് കല്ലേറ് നടത്തിയപ്പോ അതിനെ അനുസ്മരിച്ചുകൊണ്ട് അതിനെ ഓർത്തുകൊണ്ട് കല്ലേറ് നടത്തുന്നു. ആകയാൽ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ, അനുസ്മരണ എന്ന് പറഞ്ഞാൽ അത് കേവലം ഓമാനൂർ ശുഹദാക്കളുടെ ആണ്ട് നേർച്ചയല്ല. ഉറൂസ് എന്ന് പറഞ്ഞാൽ ഓമാനൂർ ശുഹദാക്കളുടെ ഉറൂസ് മാത്രമല്ല, മഹാന്മാരുടെ ആണ്ട് നേർച്ച നടക്കുന്നു, അവരുടെ അനുസ്മരണ നടക്കുന്നു. അത് ഇബാദത്തിന്റെ ഭാഗമായി മാറുന്നു. അതിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത് നമുക്ക് ഈമാനോടെ മരിക്കാൻ കഴിയും എന്നതാണ്. അത് മുഖേന നമ്മുടെ ആഖിറം രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ്. ആ ലക്ഷ്യത്തോടെയാണ് നമ്മുടെ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഇന്നത്തെ വാള് നിർത്തട്ടെയോ? എൻ്റെ മോമിനീങ്ങൾക്ക് പ്രയാസമില്ലെങ്കിൽ ഇരുന്ന സ്ഥലത്തുനിന്ന് ഒരു ചെറിയ നേരം ഒന്ന് എണീറ്റ് നിൽക്കുമോ? പ്രായമുള്ള ഉപ്പമാർ, മുട്ടുവേദനയുള്ളവർ അവിടെ തന്നെ ഇരുന്നോളൂ. അല്ലാത്തവരൊക്കെ ഒന്ന് എണീറ്റ് നിന്ന് ഞാനൊരു ചെറിയ ചരിത്രം ബറക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ എൻ്റെ ഇന്നത്തെ വാള് അവസാനിപ്പിക്കട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമ്മുടെ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഇത് നമ്മുടെ അവസാനത്തെ സദസ്സാക്കല്ലേ അല്ലാ. ഇനിയും ഒരുപാട് നല്ല നല്ല സദസ്സുകളിൽ സംബന്ധിക്കാൻ സാധുക്കളായ നമുക്ക് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. മുഅ്മിനീങ്ങളെ, ഈ വരുന്ന ബുധൻ അതേ അറഫാ ദിവസമാണെന്ന് മറന്നു പോകരുത്. പ്രത്യേകം സുന്നത്തുള്ള നോമ്പാണ്, മുഅക്കദായ സുന്നത്താണ്. ദുൽഹിജ്ജ 9-ാം ദിവസത്തിന്റെ നോമ്പ് അത് പ്രധാനപ്പെട്ട സുന്നത്താണ്. അതോടൊപ്പം ദുൽഹിജ്ജ 8-ന്റെ ദിവസവും നോമ്പ് നോൽക്കുന്നത് ഏറ്റവും സൂക്ഷ്മതയാണ്. കാരണം 9-ാം ദിവസം അതാകാൻ സാധ്യതയുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അല്ല, 1 മുതൽ 8 വരെയും 9 വരെയും നോമ്പ് നോൽക്കുന്നത് സുന്നത്താണ്. എന്തിനേറെ പറയണം? ദുൽഹിജ്ജ 9-ാം ദിവസത്തിന്റെ അറഫാ ദിവസത്തിന്റെ നോമ്പ് അതേ മൃഗങ്ങളും അന്ന് പകലൊന്നും അതേ കഴിക്കൂല എന്ന് പോലും ഇമാമിങ്ങൾ കിതാബുകളിൽ എഴുതി വെച്ചിട്ടില്ലേ? അതേ മൃഗങ്ങൾ പോലും അന്ന് പകലൊന്നും കഴിക്കാതെ ആ ദിവസത്തോടുള്ള ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ ഈമാനുള്ള പുരുഷന്മാരെ, ഈമാനുള്ള സ്ത്രീകളെ ആ ദിവസത്തിന്റെ ബഹുമാനത്തിന് ക്ഷതം വരുത്തുന്ന രൂപത്തില് നോമ്പ് പിടിക്കാതെ നടക്കുന്ന
മടങ്ങുന്നവരാകരുത് കേട്ടോ. ഇത് സർവ പുരുഷന്മാരോടും സർവ സ്ത്രീകളോടും ഞാൻ ഇക്കാര്യം ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ടോ വരാൻ പോകുന്ന വ്യാഴം അതേ പെരുന്നാൾ ദിവസമാണ്, ബലിപെരുന്നാളാണ്. ഓ മുഅ്മിനീങ്ങളെ, എനിക്ക് മാത്രമുള്ള പെരുന്നാളല്ല, സർവ മുസ്ലിമീങ്ങൾക്കുള്ള പെരുന്നാളാണ്. ആ പെരുന്നാൾ ദിവസം നാം മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. പെരുന്നാളായാൽ പോലും സന്തോഷമില്ലാത്തവർ നമുക്കിടയിലില്ലേ? അവരെ സന്തോഷിപ്പിക്കാൻ നമ്മെ കൊണ്ട് കഴിയണം. പെരുന്നാൾ ദിവസം അങ്ങനെ ഒരു കാര്യം മറന്നു പോകരുത്. ആരാണവർ? വീട്ടിൽ പ്രായമുള്ള ഉപ്പയുണ്ട്. ഓ പേരമക്കളോട് പറയുന്നു, പേരമക്കൾ ഉപ്പാപ്പാനോട് കൂടെ പെരുന്നാൾ കഴിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചിലപ്പോൾ പ്രായമുള്ള ഉപ്പാപ്പ കിടന്ന കിടത്തത്തിലാണ്. ആ ഉപ്പാപ്പക്ക് നടക്കാൻ കഴിയില്ല, ക്ഷീണിതനാണ്, എണീറ്റിരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഓ പെങ്ങളെ, എന്റെ അനുജത്തിമാരോട് പറയട്ടെ, പ്രായമുള്ള ഉമ്മാമ വീട്ടിലുണ്ട്, ബാപ്പാന്റെ ഉമ്മയാണ്. ആ ഉമ്മ കിടന്ന കിടത്തത്തിലാണ്, ഉമ്മാക്ക് സന്തോഷമില്ല. ഉമ്മാക്ക് എന്ത് സന്തോഷം? കിടന്ന കിടത്തത്തിൽ നിന്ന് എണീറ്റിരിക്കാൻ ആ ഉമ്മാമാക്ക് കഴിയില്ല, എണീറ്റ് നിൽക്കാൻ കഴിയില്ല, വീട്ടിൽ തന്നെ അടുക്കള വരെ നടന്നു പോകാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു ഉമ്മാമാനെ മറക്കരുത്. പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിൽ പോകണം, ശരിയാണ്. കൂട്ടുകാരുടെ അരികിൽ പോകണം, ശരിയാണ്. കുടുംബക്കാരുടെ വീട്ടിൽ ചെല്ലണം, ശരിയാണ്. സ്വന്തം വീട്ടിൽ കിടന്നിട്ടുള്ള ബാപ്പ ഉപ്പാപ്പാനെയോ ഉമ്മാമനെയോ മറന്നുകൂടാ. അവരെ കൂടെ ഇരുന്ന് ഒരൽപ്പം ബൈത്തുകൾ പാടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ആലപിക്കണം. എന്നിട്ടോ അവരോട് തമാശകൾ പറഞ്ഞ് അവരെ ചിരിപ്പിക്കണം, അവരെ ഒന്ന് സന്തോഷിപ്പിക്കണം. അത് വലിയ സംഗതിയാണ്. പേരമക്കളോട് ഞാൻ പറയാണ്, പെരുന്നാൾ ദിവസം ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞങ്ങളെ നാട്ടിലൊക്കെ പെരുന്നാളിന് പൈസ കൊടുക്കാൻ അറിഞ്ഞിട്ടൊന്നുണ്ട്. പേരക്കുട്ടികളോട് ഉപ്പാപ്പമാർക്ക് വലിയ സ്നേഹമാണ്. പ്രായമുള്ള ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ അവർക്ക് ദുനിയാവിൽ ഇനി കൂടുതൽ സന്തോഷങ്ങളൊന്നുമില്ല. അവർ ഏത് സമയവും മരിക്കാനുള്ളവരാണെന്ന ബോധമുള്ളവരാണ്. കാരണം അവരുടെ താടി രോമങ്ങൾ നരച്ചുപോയി, തലമുടി നരച്ചുപോയി. ഇനി അവരെ സന്തോഷിപ്പിക്കുന്നത് നമ്മുടെ ഇടപെടലുകൾ മാത്രമാണ്, നമ്മുടെ സംസാരം മാത്രമാണ്. അതെ, അവരോട് നാം സ്നേഹം പങ്കിടുന്നത് മാത്രമാണ്. അപ്പോൾ പെരുന്നാൾ ദിവസം ഒന്ന് പോയി അവരെ സന്തോഷിപ്പിച്ച ഒരു സംഖ്യ അവരെ കയ്യിൽ കൊടുക്കുമ്പോ ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സംഖ്യ കൊണ്ട് അവർക്കൊന്നും ചെയ്യാനുണ്ടാകൂല, എന്നാലും അവർക്ക് വലിയ സന്തോഷമാണ്. ഇതുപോലെ അവഗണിക്കപ്പെടുന്നവർ, ശ്രദ്ധിക്കാതെ പോകുന്നവർ, അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പെരുന്നാൾ ദിവസം കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കണേ. അതിന്റെ ഒരു ഭാഗവും കൂടിയാണല്ലോ ഉദ്ഹിയ്യത്ത്. കഴിവിന്റെ പരമാവധി സാധുക്കൾക്ക് എത്തിക്കാൻ ശ്രമിക്കണം. ഇതിന്റെ അർത്ഥം സമ്പന്നർക്ക് കൊടുക്കണ്ടെന്നല്ല, അത് കൊടുക്കുന്നതിന് വിരോധമില്ലല്ലോ. സുന്നത്തായ ഉദ്ഹിയ്യത്ത് അതേ കൊടുക്കുന്നതിന് വിരോധമില്ലല്ലോ. അതേ സമയത്ത് ഞാൻ പറയട്ടെ, കഴിവിന്റെ പരമാവധി അൽ ഫുഖറാഉ വൽ മസാകീൻ, സാധുക്കൾക്ക് എത്തിക്കാൻ ശ്രമിക്കണേ. എന്തേ കാരണം? അന്നത്തെ ദിവസം അവർക്ക് അത് വിതരണം ചെയ്ത് അവരെ സന്തോഷിപ്പിക്കാൻ വകുപ്പുള്ളതാണ്. ഇതും ഞാൻ സർവ്വ സുഹൃത്തുക്കളോടും ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് നല്ല തഖ്വയോടെ ജീവിച്ച്, ഈമാനോടെ ജീവിച്ച്, ഈമാനോടെ മരിക്കാൻ ഒരുങ്ങിക്കോ.